ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു പ്രഭാത സന്ദേശം പറയുവാൻ ദൈവം ഭാഗ്യമൊരുക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിന് ആധാരമായിട്ട് സങ്കീർത്തനം 14 സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. 2 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താ? എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ? നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ നമ്മൾ ആരെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തിന് സ്തോത്രയുടെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് അന്വേഷിപ്പാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. തമ്പുരാനെ അന്വേഷിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വിടുതല. പ്രിയമുള്ളവർ, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാം, പക്ഷെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇച്ചിരി ആശ്വാസ വാക്കൊക്കെ പറഞ്ഞ് അവർ മാറിപ്പോകും. എന്നാൽ ആശ്വസിപ്പിക്കുന്ന, നമ്മെ മാർബോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു നല്ല കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ അന്വേഷിക്കുക. കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു പോവാം. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, നിൻ്റെ രോഗത്തെ മാറ്റുവാൻ, നിൻ്റെ ഹല്ലേലൂയ സങ്കടത്തെ അകറ്റുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവ്. കർത്താവിനെ അന്വേഷിച്ചാൽ വിടുതല. ദൈവത്തിന് സ്തോത്രം. അന്വേഷിച്ചാൽ അനുഗ്രഹമാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. നമുക്ക് വിടുതല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇങ്ങനെയാണ് 34 സങ്കീർത്തനം 10 വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്: യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തെ അന്വേഷിച്ചാൽ ഒരു നന്മയും മുടക്കത്തില്ലെന്ന്. അതാത് സമയത്ത് ഹല്ലേലൂയ നമുക്ക് എന്തൊക്കെ ആവശ്യമെന്ന് അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. അതാ ദൈവപ്രിയമുള്ളവരെ ഇവിടെ പറയുന്നത്. നിനക്ക് ഒരു നന്മയ്ക്കും, നമ്മളെപ്പോഴും വായിക്കുന്നത് ദൈവത്തിന് ഇങ്ങനെ. ദൈവത്തിന് സ്തോത്രം. 34 ദൈവത്തിന് സ്തോത്രം 34 10 വാക്യത്തിലാണ് ദൈവത്തിന് സ്തോത്രം. ബാലസിംഹങ്ങളും ഇരട്ടാതെ വിശന്നിരിക്കുന്ന യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല. പലപ്പോഴും ഈ ദൈവത്തിന് കാട്ടിലെ രാജാവ് സിംഹം, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ കുഞ്ഞുങ്ങൾ പോലും ഇരകെട്ടാതെ വിശന്ന് ഭാരപ്പെട്ടിരുന്നായിരിക്കും. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന് ഹല്ലേലൂയ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തത്തില്ലെന്ന്. ആ അവസ്ഥകൾ അറിഞ്ഞ്, ആവശ്യങ്ങൾ അറിഞ്ഞ്, അതാത് സമയത്ത് നമുക്ക് വേണ്ടത് അല്ലെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് രാവിലെ സന്തോഷമുണ്ട്? എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കി തരും, എനിക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം കരുതും. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം മത്തായി സുവിശേഷം 6 അധ്യായം അതിൽ വായിക്കുമ്പോൾ അവിടെ 5, 6, 7 അധ്യായം കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ്. 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 6 അധ്യായം അതിൻ്റെ 33 വാക്യം ദൈവത്തിന് സ്തോത്രം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ദൈവത്തെ അന്വേഷിക്കാൻ, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, ദൈവത്തെ പിന്തുടരുവാൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കുമെന്ന്. എന്താ? മേളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ? ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കുമെന്നും എന്ത് ഉടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നെന്ന്. സ്വർഗസ്ഥനായ പിതാവിന് അറിയാം തൻ്റെ പുത്രന്മാർക്ക്, തൻ്റെ മക്കൾക്ക് എന്തൊക്കെ ആവശ്യമെന്ന്. അത് നൽകിത്തരും. നമ്മൾ പക്ഷേ ഒന്ന് ചെയ്യണം, ഒരു കണ്ടീഷനുണ്ട്. എന്താ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ പിന്തുടരണം. ഹല്ലേലൂയ. ദൈവിക പാതയെ നമ്മൾ ഹല്ലേലൂയ പിന്തുടർന്നാൽ ഹല്ലേലൂയ നമുക്കിതൊക്കെ ആവശ്യമെന്ന് നമ്മുടെ കർത്താവിന് നല്ലവണ്ണം അറിയാം. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്കത് ചെയ്തു തരുമെന്ന് ദൈവവചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ.
അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുതെന്ന് ദൈവത്തിന് സ്തോത്രം. അല്ലെ, നാളത്തെ ദിവസം നിങ്ങൾ തനിക്കായി പെടുമല്ലോ. അതാത് ഹല്ലേലൂയ ദിവസത്തിന് അതാതിൻ്റെ ദോഷം മതിയെന്ന് ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ തൻ്റെ ഭക്തന്മാർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നല്ലവണ്ണം അറിയാവുന്ന ഒരു നല്ല കർത്താവിനെ, പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്നത് മറന്നു പോകരുത്. കർത്താവ് നമുക്ക് വേണ്ടി കരുതും, നമുക്ക് വേണ്ടി ഒരുക്കും. ഈ ഒരാഴ്ച 7 ദിവസം ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയർ ചർച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചത് മരുഭൂമിയുടെ അവസ്ഥയെ. ഹല്ലേലൂയ, മരുഭൂമിയിൽ കർത്താവ് ഒരുക്കുന്ന വിടുതലിനെ കുറിച്ച് ദൈവദാസന്മാരെല്ലാം സംസാരിക്കുവാനിടയായി. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മരുഭൂമി ഒരുക്കിയാലും അവിടെ തക്ക സമയത്ത് ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാ. പ്രിയമുള്ളവരെ, മരുഭൂമിയുടെ അവസ്ഥയിലും നിനക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കുന്ന മറക്കല്ല് കേട്ടോ. ആ ദൈവത്തിൻ്റെ പാതവേടിയെ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. 37-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. 37-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 8-9 വാക്യം, നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വാക്യമാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ വാക്യം മാത്രം വായിച്ചു വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. 37-ാം സങ്കീർത്തനം, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ, അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 8-ഉം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 8-9 ബാക്കി ഇങ്ങനെ വായിക്കുന്നു. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, ദൈവത്തിന് സ്തോത്രം. മുഷിഞ്ഞു പോകരുത്, ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദുഷ്ടപ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കുമെന്ന ഇവിടെ എന്തുവാ പറയുന്നത്? യഹോവയെ പ്രത്യാശിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം, അവർ ആ ദൈവസന്നിധി കടന്നു ചെല്ലുന്നവർ ഭൂമിയെ കൈവശമാക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവവചനമാ പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പിന്നെയും അതിൻ്റെ ഹല്ലേലൂയ 18-19 ഹല്ലേലൂയ, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശ ശാശ്വതമായിരിക്കും. ദുഷ്കാലത്തെ അവർ ലജ്ജിച്ചു പോകത്തില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തന്മാരായിരിക്കും. അപ്പം യഹോവയെ അന്വേഷിക്കുന്നവർ ക്ഷാമം വന്നാലും അവർ തൃപ്തന്മാരായിരിക്കുമെന്ന്, അവർക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് ആദ്യം നമ്മൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്. ക്ഷാമകാലത്ത് നമ്മെ ക്ഷേമമായി പോറ്റുന്ന ഒരു നല്ല കർത്താവിനെ അല്ലയോ പ്രിയമുള്ളവരെ നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ മറക്കരുത് കേട്ടോ, നമ്മൾ മറക്കരുത്. നമ്മെ പോറ്റുന്ന, നമ്മെ അറിയുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, ദൈവമുഖം അന്വേഷിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന നമ്മളെ ഹല്ലേലൂയ, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി തക്ക സമയത്ത് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. മറക്കല്ല് കേട്ടോ, മറക്കല്ല്. ദൈവിക സാന്നിധ്യം നമ്മളൊന്ന് അറിയട്ടെ. ഒരു വലിയ വിടുതൽ നമ്മുടെ മധ്യേ ദൈവം അയക്കുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നോക്കുക, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന്. നമുക്ക് കർത്താവിനെ ഒന്ന് അന്വേഷിക്കാം, കർത്താവിൻ്റെ പാത പിന്തുടരാം പ്രിയമുള്ളവരെ. അതുകൊണ്ട് അവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ലെന്ന. ബാലസിംഹങ്ങൾ പോലും ഇരകെട്ടാതെ വിശന്നിരിക്കും. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പേൻ, അതോടുകൂടെ സകലവും ലഭിക്കുമെന്ന്. നമുക്ക് കർത്താവിൻ്റെ പാതവീടെ കടന്നിയല്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവ്. ഏതവസ്ഥയിലായിരുന്നാലും ഞങ്ങളെ നടത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. കർത്താവിൻ്റെ പാതവീടെ ഞങ്ങൾ കടന്നു വരുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം.